കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാനാധ്യാപിക എസ് സുജയെ സസ്പെൻഡ് ചെയ്യും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വിദ്യാർത്ഥിയുടെ മരണത്തിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തും. അപകടത്തിൽ കുട്ടിയെ കുറ്റപ്പെടുത്തി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്തെത്തി. കുട്ടിക്ക് അബദ്ധം പറ്റിയതാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. അനാസ്ഥ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കുക, യാതൊരു സംശയമില്ല. അന്വേഷിച്ചിട്ട് നല്ല നടപടിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ CCTV കണ്ടോ? ഇതിപ്പോൾ ഇനി പൊക്കി വെച്ചാലും ആ കുട്ടി കയറില്ല എന്നുള്ളത് ഞാനതിന് കുറ്റം പറയലല്ല, അബദ്ധം വന്നതാണ്. അതുമല്ല, ആ ഷെഡ് ഉണ്ടാക്കി ആ ഷെഡ് അടച്ചു വെച്ചതിന് പൊളിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ആ ഷെഡ് ഉണ്ടാക്കിയത് ഏറ്റവും വലിയൊരു തെറ്റല്ലേ? അത് പഞ്ചായത്തിൻ്റെ പെർമിഷൻ, അത് സൂപ്പർവിഷൻ നോക്കിയില്ല എന്നുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ജീവനക്കാരുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, പരസ്പരമുള്ള പഴിചാരലുകൾ തുടരുകയാണ്. അത് ഉത്തരവാദപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ചില പരാമർശങ്ങളൊക്കെ വരുമ്പോൾ ഖേദം തോന്നുന്ന തരത്തിലേക്കാണ്. ഒപ്പം ഇതിൽ ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. കൂടാതെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം തുടരുന്നു. മൊഴിയെടുക്കൽ ഉൾപ്പെടെ ഉണ്ടാകും. അങ്ങനെ ഇന്ന് നടക്കാനുള്ളത് എന്താണ്? ഉറപ്പായിട്ടും ഇക്കാര്യത്തിൽ ചില കുറ്റപ്പെടുത്തലുകളും പരസ്പരം പഴിചാരലുകളും നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് നമ്മൾ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം കേട്ടതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ശാശ്വതമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ അതേസമയം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നും സ്കൂളിലെ അധ്യാപകരെ വിമർശിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ ഒരു ശുപാർശ അത് മാനേജ്മെന്റിനോട് നൽകും എന്നുള്ളതാണ്. അത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം നടക്കും. ഇന്ന് 11 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിനു മുൻപ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ നടത്തിയ പ്രാഥമിക റിപ്പോർട്ടിന് പിന്നാലെയുള്ള വിശദ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകും. ഇന്നലെ തന്നെ പ്രാഥമിക റിപ്പോർട്ടിൽ അനാസ്ഥയുണ്ട് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നടപടികൾ എങ്ങനെ എന്നടക്കമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് 11 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ വിശദീകരിക്കും. അതിനുശേഷം ഈ മിഥുന്റെ വീട്ടിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്തുന്നുമുണ്ട്. അതേസമയം ഇന്ന് മറ്റു പരിശോധനകൾ, വൈദ്യുതി വിഭാഗത്തിന്റെ അടക്കം മറ്റു പരിശോധനകൾ, പ്രധാനപ്പെട്ട പരിശോധനകൾ നടക്കുന്നുണ്ട്. ബാലാവകാശ കമ്മീഷന്റെ പ്രത്യേക സിറ്റിംഗ് ഇന്ന് 10 മണിക്ക് ഈ തേവലക്കര സ്കൂളിൽ നടക്കുന്നുണ്ട്. കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തും. കൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ പോലീസിന്റെ കേസന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി, ചില നീക്കങ്ങൾ കൂടി ഇന്ന് ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. ഏതായാലും ഈ സ്കൂളിലെ ഈ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുന്ന നീക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ FIR പ്രതി ചേർക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാകും. ഇന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തും. പ്രധാന അധ്യാപികയ്ക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടായാൽ കേസിൽ പ്രധാന അധ്യാപിക പ്രതിയാകുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം വലിയ പ്രതിഷേധം ഇന്ന് തേവലക്കര സ്കൂളിലേക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. KSUവിന്റെയും ABVPയുടെയും മാർച്ചുകളുണ്ട്. മാത്രമല്ല കൊല്ലം ജില്ലയിലെ ABVP വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഈ തേവലക്കര സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരുപക്ഷെ വലിയ ദുഃഖമായി മാറിയ ഈ സംഭവത്തിൽ അങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇന്ന് മന്ത്രിമാരടക്കം ഇന്ന് ഈ വീട്ടിലും സ്കൂളുകളുമായി സന്ദർശിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ രാത്രിയോടുകൂടിയെങ്കിലും മിഥുന്റെ അമ്മയെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം അത് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം വകുപ്പുകൾ തമ്മിലുള്ള പഴിചാരൽ അത് തുടരുകയുമാണ്. അനുജ, അതാണ് പ്രധാന അധ്യാപക എസ് സുജയെ സസ്പെൻഡ് ചെയ്യുമെന്ന വാർത്ത വരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഇന്നിപ്പോൾ 11 മണിയാകുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും.